നമസ്കാരം, ഞാൻ ധന്യ. സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിൽ താമസിക്കുന്ന ഹരിദാസേട്ടന്റെ പരപ്പനങ്ങാടിയിലുള്ള കൃഷിവിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹരിദാസേട്ടന് നിങ്ങളോടൊന്നും അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ പല വീഡിയോയിലും നമ്മളോടൊപ്പമുള്ള ആളാണ് ഹരിദാസേട്ടൻ. അപ്പൊ ഹരിദാസേട്ടന്റെ പച്ചക്കറി കൃഷിയിലൂടെ സ്ഥിരവരുമാനം നേടാം എന്നുള്ള നമ്മളുടെ ഭാഗം 1 മുതൽ 5 വരെയുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ 6ാം ഭാഗം, അതായത് ഈ പച്ചക്കറി കൃഷിയുടെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ എന്തായാലും അധികം സമയമൊന്നും കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പച്ചക്കറി കൃഷിയുടെ ഇന്നിപ്പോ ഭാഗം 6ആണ്. അപ്പൊ എന്തായാലും ഈ വെള്ളം കയറലും കുറെ പ്രതിസന്ധികളൊക്കെ വന്നാൽ പോലും നമ്മളിപ്പോ ഓണം തീ പിടിച്ച വിലയാണ് പച്ചക്കറിക്കൊക്കെ കിട്ടുന്നത്. എന്താണ് ഇനിയിപ്പോ ഈ നമ്മളുടെ 6 ഭാഗം കാണുന്ന കർഷകരോട് പറയാനുള്ളത്? ഇല്ല, നമ്മള് പ്രയത്നിച്ചൊന്നും വെറുതെ ആയിട്ടില്ല. 2 ഏക്കർ നമുക്ക് പച്ചക്കറി പൂർണ്ണമായിട്ട് പോയെങ്കിലും കൂടിയിട്ട് ഇത് നമ്മൾ രണ്ടാമത് കുറച്ച് പ്രയാസപ്പെട്ടാണ് ഡെവലപ്പാക്കി എടുത്തോണ്ട് ഇന്ന് സംതൃപ്തിയാണ്. പിന്നെ ഇപ്പൊ ഇന്നത്തെ പയറിന്റെ വിലയും പിന്നെ പച്ചക്കറിയുടെ വിലയും എല്ലാം കൂടി നോക്കുമ്പോഴേ നമ്മള് നല്ല തൃപ്തിയാണ്. പയറിന് 100 രൂപയാണ് മാർക്കറ്റിൽ. ഇപ്പോഴും നമ്മൾക്ക് തൃപ്തിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ വിലയേക്കാളും 4 ഇരട്ടി വിലയാണ് ഇപ്പൊ 3 ദിവസമായിട്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾക്ക് കൃഷിക്ക് കിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഓണം കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതാണ്ട് കുറയും. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മളുടെ നാട്ടില് ഈ ഒരു സമയത്ത് ഈ ചെരങ്ങയും അല്ലെങ്കിൽ പയറൊക്കെ ഉള്ള കർഷകർ വളരെ കുറവാണ്. അതായത് ഈ വെള്ളം എന്ന് ആലോചിച്ച് വെള്ളം ഇറങ്ങിയതിന് ശേഷം വിത്തിടുന്നവരാണ് ഭൂരിഭാഗം കർഷകരും. നമ്മള് പിന്നെ സാറിനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഒന്ന് മാറി ചിന്തിക്കണം. നമ്മൾ എപ്പോഴേ ഇതിപ്പോ എനിക്ക് അന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും പ്രയാസപ്പെട്ടാലും കൂട്ടിട്ട് കുറച്ച് വിളവ് കുറഞ്ഞാലും ഇതാക്കിയിട്ട്, എന്നാലും ഇപ്പോഴും പറഞ്ഞാല് എല്ലാ ദിവസവും ഇപ്പൊ ഞാൻ വിളവെടുക്കുന്നുണ്ട്. ടണ്ണ് കണക്കിന് എല്ലാ ദിവസവും എനിക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകുന്നുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകുന്നതുണ്ടല്ലോ, ഇത്ര സുഖമായിട്ട് ഇനി ഓണം കഴിഞ്ഞാൽ എനിക്ക് വിൽപ്പന നടക്കൂല. പിന്നെ ഞാൻ 6 ടണ്ണ് പറിച്ചിരുന്നു, ഇന്നലെ ഞാൻ 4 ടണ്ണ് പറിച്ചു, ഇന്നിപ്പോ 7 ടണ്ണിന്റെ മുകളിൽ നിന്ന് ഞാൻ പച്ചക്കറി പറിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ പറഞ്ഞാല് പിന്നെ നല്ല അത്യാവശ്യം വിലയുണ്ട്, നല്ല നീരിൽ ചെലവായി പോകുന്നുണ്ട്. എന്നുവെച്ചാൽ കൃഷിയിലേക്ക് ഏറ്റവും വലിയ എനിക്ക് തൃപ്തി വരുന്നത് എന്താ അറിയാം, പിന്നെ ഉൽപ്പന്നങ്ങൾ വില കുറവാണെങ്കിലും നീങ്ങി കിട്ടാന്നുള്ളതാണ്. ഇപ്പൊ ആ തൃപ്തി എനിക്കുണ്ട്. വിലയുണ്ട്, അതിനെ കാണാറെ അതിന് ഡിമാൻഡിൽ നീങ്ങി പോകുന്നുണ്ട്. നീങ്ങി പോകാൻ ഏറ്റെടുക്കാത്ത അവസ്ഥ വരുമ്പോഴാണ് ഈ കൃഷിനോട് നമ്മൾ ചടപ്പ് പോകുന്നത്. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 2 വർഷമായിട്ട് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലല്ലോ? ഇല്ല. നമ്മള് VAPCKയുടെ ഞാൻ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് VAPCKയിലാണ്. അതുണ്ടായാലും ഏറ്റവും വലിയൊരു സഹകരണമായത് അത് തന്നെ കേട്ടോ. അത് ഞാൻ എടുത്തു പറയട്ടെ. VAPCKയിൽ നമ്മൾക്ക് എത്ര ഉണ്ടായാലും അവരവിടെ ഉൽപ്പന്നങ്ങൾ എടുത്തിട്ടായി ചെലവാക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ആ ഒരു ടെൻഷൻ തീർന്നിട്ട്, മറ്റേത് 2 ചാക്ക് 1 ചാക്ക് 4 ചാക്ക് അങ്ങനെ കടകളിൽ കൊണ്ടുപോയി കൊടുത്താലേ നമ്മൾക്ക് ആ ഉൽപ്പന്നം എടുത്ത് തീരൂല, വിറ്റ് കഴിഞ്ഞ് പോകൂല. പിന്നെ മാത്രമല്ല, അത് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവർക്ക് പിന്നെ വില തർക്കിക്കാൻ നിൽക്കും. മാർഗം ചെയ്തിട്ട് അത് ചീപ്പ് റേറ്റിന് അവർക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം VAPCKയിൽ അത് കൊടുക്കുന്നത് കാരണം അവരതിന് ഓഫീസർമാർ അതിനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അവരത് ഏത് കടയിലേക്കാണോ, ഏത് ദൂര വഴിക്കാണോ, ഈ എക്സ്പോർട്ടിങ്ങിനാണോ, എന്തിനാണോ കൊടുക്കുന്ന എടുത്താലും അത് ശരി, അവർക്ക് അടുത്ത് ഒരുപാട് കസ്റ്റമറുകളുണ്ട്. നമ്മൾക്ക് ആ ഒരു ക്ഷീണം അറിയുന്നില്ല. ഇതാണ് നമ്മൾ പറിച്ചാണ്ട് കൊണ്ടുപോയി കൊടുത്താൽ അതിന് കാര്യങ്ങൾ പിന്നെ ചെലവും കുറയുന്നുണ്ട്. നമ്മൾക്ക് ഒരു വണ്ടി വലിച്ച് ഒരു സ്ഥലത്ത് കൊടുത്താൽ മതി. ഇതിനൊപ്പം VAPCK കൊടുക്കുന്നതിനൊപ്പം തന്നെ ഞാൻ കുറേശ്ശെ ഇതായിട്ട് ഇവിടെ വന്ന് കൊണ്ടുവന്ന കടക്കാരുണ്ട്, അവർക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താ വെച്ചാല് ഇപ്പോഴും നമ്മൾ നല്ല തൃപ്തരാണ്. എല്ലാ രീതിയിലും തൃപ്തിയാണ് എനിക്ക്. നമ്മളുടെ ഭാഗം 5 കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ പച്ചക്കറികൾക്കൊക്കെ എന്തെങ്കിലും കുമിൾനാശിനികളോ അല്ലെങ്കിൽ കീടനാശിനികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? നമ്മളെ വെള്ളം സമയത്ത് കാര്യമായിട്ടുള്ള കുമിൾനാശിനിയും കീടനാശിനിയും ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ ശേഷം പിന്നെ നമ്മൾക്ക് ഉണ്ടല്ലോ മഴ ഇതൊക്കെ ഒതുങ്ങിയ ശേഷം വലിയ കേടും കാര്യമൊന്നും പിന്നെ അതിന് ശേഷം പിടിയിട്ടിട്ടില്ല. പിന്നെ ആ മഴ ഇതോടെ ഒരു പക്ഷെ പണ്ട് പറഞ്ഞ മാതിരി ആ പനിയും മാറ്റിയതൊക്കെ കഴിഞ്ഞതോടുകൂടി അതിന്റെ രോഗം തന്നെ മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ ശേഷം ഇപ്പം നമ്മൾ സാധാരണ നോർമലായിട്ട് എന്താ ചെയ്യേണ്ടത്, പിന്നെ പുഴുവിനോ പ്രാണിക്കുള്ള മരുന്ന് എപ്പോഴും അടിക്കേണ്ടി വരുന്നല്ലാതെ വലിയ കേടൊന്നുമില്ല. പിന്നെ പ്രാണി ഏലക്കുത്തിന് നമ്മൾക്ക് മറ്റേ തെർമോഗണി വെച്ചിട്ടുണ്ട്, പിന്നെ കായ്ച്ച കുത്താണ്ടിരിക്കാന്. മറ്റുള്ള ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും അതിന് ശേഷം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് നമ്മൾ ഒരുപാട് കാശ് ചെലവാക്കേണ്ടി വന്നു അന്ന് പിന്നെ വീണ്ടും പിന്നെ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത പക്ഷം ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ചെലവൊന്നും കൂടിയിട്ടില്ല. നമ്മള് കൃഷി ലാഭത്തിൽ തന്നെ ആയി. പറഞ്ഞ പോലെ ദൈവം ഒരു തവണ പരീക്ഷണം നടത്തുള്ളൂ. രണ്ടാമത് ഇപ്പൊ കാര്യമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഞാൻ അതോടുകൂടി അന്നത്തെ എന്റെ കൂടെ വെച്ച കർഷകരെ അതൊക്കെ എല്ലാവരും ഒഴിവാക്കി. പക്ഷെ ഞാൻ അതിൽ പിടിച്ചു ഇതൊക്കെ ഞാൻ അതിൽ തന്നെ തുനിഞ്ഞു പിടിച്ച് കൂങ്ങി. ഞാൻ പറഞ്ഞല്ലോ 5-6 തവണ ഒക്കെ പച്ചവെള്ളം മാത്രം ഞാൻ അടിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഈ കൃഷിനെ നിലനിർത്തി. ഇതൊക്കെ അതിന് ശേഷം ആ വെള്ളം ഇറങ്ങിയതിന് ശേഷം ഇട്ട ഉടനെ തന്നെ ഇട്ട ചീര ഉണ്ടോ പിള്ളേർ അവിടെ പറിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ചീരൊക്കെ തന്നെ എനിക്ക് ഇന്ന് തന്നെ ഒരു 2000 കിലോന്റെ മുകളിൽ ചീര മാത്രം തന്നെ എനിക്ക് ഇന്ന് പറിക്കാണ്ട്. ഇപ്പൊ പറിക്കാറുണ്ടായിട്ട് തയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പത്തെ ചീര എന്ന് പറയുന്നത്. നമ്മൾക്ക് ഓണമെന്നോ വിഷുവെന്നോ ഇല്ല, എല്ലാ അവസ്ഥയിലും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഉണ്ടാക്കണം. അവിടെയാണ് എന്റെ ചീരയും പയറും ഇവിടെ 2 ഏക്കർ മൊത്തത്തില് പോയിട്ടു. പക്ഷെ ഞാനത് രണ്ടാമിട്ടാണ് ചീരയും വെണ്ടയൊക്കെ. ഇപ്പൊ വെണ്ട പൂവാണ്ട്, ചീര ഇപ്പൊ കൃഷി എടുത്തോണ്ടിരിക്കണേ.
അപ്പൊ എന്തായാലും ഞാൻ അന്ന് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ദിവസം പോലും നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഓണത്തിന് ഇത്രയും നല്ല വിളവ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ കർഷകനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ പോലും മടിക്കാതെ ഉടനടി തന്നെ ഉറങ്ങിക്കിടക്കരുത്, എപ്പോഴും ഊർജ്ജമായിട്ട് ഉണർന്നു ഇരിക്കണം. അപ്പോഴേ നമ്മളെ കാര്യങ്ങൾ നേരെ പോകുള്ളൂ. ഇപ്പൊ നമ്മളൊന്ന് മടിച്ചിരുന്നാലേ, ഇപ്പൊ എന്റെ പിള്ളേര് പണിയെടുക്കുന്നവരൊക്കെ ഞാൻ എന്റെ കുട്ടികളെ പോലെ അവരെയും നോക്കുന്നത് കേട്ടോ. കൃഷി പോലെ തന്നെ കൃഷി എനിക്ക് ഒരു കാര്യമാണെങ്കിൽ എന്റെ കൂടെ പോലെ ഞാൻ എന്റെ പണിക്കാരെ കൊണ്ടുവരുന്നത്. ഇവർക്കും ഞാൻ വേണ്ടത്ര അവരെന്താണ് വേണ്ടേ, ഇനിയിപ്പോ അവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് കൃഷി വിജയിപ്പിക്കാനും കഴിയുന്നത്. നമ്മുടെ ഈ വീഡിയോയുടെ അവസാന ഭാഗം എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാതും ഒന്ന് കാണേണ്ടതുണ്ട്. ഇത് നമ്മുടെ സുമന്തല്ലേ? സുമന്താണ്, നമ്മുടെ സുമന്താണ്. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഇവിടെ വരുമ്പോ എല്ലാത്തിനും ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. കർഷകന്റെ മുഖത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില കൂടുമ്പോഴാണ് കർഷകന്റെ മുഖത്തുള്ള ഒരു സന്തോഷം. അതാണ്. മലപ്പുറം ജില്ലയിൽ പീച്ചിൽ കൃഷി പൊതുവെ കുറവായിട്ടാണ് നമ്മൾ കാണാറ്. പക്ഷെ ഇപ്പൊ ഹരിദാസേട്ടൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം മുതലാണ് ഈ പീച്ചിൽ കൃഷി കാര്യമായിട്ട് മുന്നോട്ട് വന്നു തുടങ്ങിയത്. അതെ അതെ, ആദ്യമൊന്നും പീച്ചിൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഏറ്റെടുക്കാൻ ആളില്ലായിരുന്നു. ഹിന്ദിക്കാരൊക്കെ വന്നതോടുകൂടെ അവർക്ക് ഭയങ്കര പ്രിയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ പഴയതായിട്ട് ഈ ചവർപ്പും ചകിരിയുള്ള കൂട്ടത്തിൽ പെട്ട നാടൻ ഇനമല്ല, നാടൻ ഇനമല്ല, നല്ല വെറൈറ്റി ആണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. പിന്നെ അതുമല്ല ഇതിന് നല്ല വൈറ്റമിൻ ഉള്ളതുകൊണ്ട് നമ്മളെ നാട്ടുകാരും ഇതിന്റെ ഗുണം തിരിച്ചറിഞ്ഞത് കൊണ്ടാണെന്നാണ് ഇതും ഉപയോഗം കൂടുതലായി തുടങ്ങിയിട്ടുണ്ട്. ഇളവൻ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഇതിന്റെ ഒരു ഇരട്ടിയോളം തൂക്കം വെക്കുന്നതല്ലേ ഇത്? അതെ, കായ്ഫലം തുടങ്ങിയിട്ടുള്ളൂ. എന്നിരുന്നാലും ഇപ്പൊ ഈ വലുപ്പത്തിൽ പറിച്ചു കൊടുത്താലും ഇപ്പൊ നമുക്ക് നഷ്ടമല്ല. വില കൂടുതലുണ്ട്, ഓണത്തിന് വില കൂടുതലുണ്ട്, നമുക്ക് പറിച്ചു കൊടുക്കുന്നത് നമുക്ക് നഷ്ടമല്ല. അപ്പൊ പലപ്പോഴും ഇങ്ങനത്തെ വലിയ ഇത് ആൾക്കാർക്ക് തെരഞ്ഞെടുക്കാൻ ഒരു മടിയാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് എന്തൊരു സാധനം അധികം മൂക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പറഞ്ഞ ഇളവനും മത്തനൊക്കെ നമ്മൾ താഴ്ത്ത് പടർത്തുന്ന രീതിയല്ല. ഇതുപോലെ പന്തലമ്മ നമ്മൾ പടർത്തുകയാണെങ്കിൽ കൂടുതലായിട്ട് വിളവുണ്ടാവാനും കേട് കുറയാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. പരിചരിക്കാനും കഴിയും, നമ്മൾക്ക് കൂടുതൽ കാണും ചെയ്യും. പിന്നെ ഇതിനൊക്കെ കുറച്ച് ചെലവ് കൂടും ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ മാത്രമല്ല നമ്മൾക്ക് ഒരിക്കലും ഇതിവിടെ അതിന് പറ്റിയ പരിസ്ഥിതിയുമല്ല. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. 365 ദിവസവും വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ. അതായത് ഇവിടെ ഒന്നും ഒരിക്കലും നമുക്ക് താഴ്ത്ത് പടർത്താൻ പറ്റില്ല. അപ്പൊ അതിനെ മറികടന്നുകൊണ്ടാണ് നമ്മുടെ ഹരിദാസേട്ടൻ ഇവിടെ ഭാരം കോരി പന്തലിട്ട് ഈ പറഞ്ഞ പോലെ താഴ്ത്ത് പടർത്തുന്നതല്ലാതെ പന്തലുമ്പോ പടർത്തി നല്ല വിളവ് ചെയ്യുന്നത്. അതല്ല, ഇതിലെങ്ങനെയുണ്ട് വിളവ്? എങ്ങനെയാണ് നമ്മുടെ സാധാ അങ്കൂറിനേക്കാളും? പക്ഷെ ഈ എളീന്റെ മറ്റേതിന്റെ ശല്യം ഭയങ്കര. കൃഷ്ണ കേട്ടോ, ഇതിൽ നമുക്ക് 4 ഐറ്റം മത്തനുണ്ട്, എല്ലാം ഹൈബ്രിഡ് ആണ്. അതില് കൃഷ്ണുണ്ട്, നാംദാരി ഉണ്ട്, മൈക്കോ ഉണ്ട്. നോക്കി നമുക്കിവിടെ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത വെള്ളമാണ് ഇവിടെ. പക്ഷെ എന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ കക്കിരിയും മത്തനും ഇതെല്ലാതും ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾക്കൊക്കെ എന്തോരം സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അത് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വെള്ളരിയൊക്കെ വിളവെടുപ്പ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഓണം ആയതുകൊണ്ട് നമ്മളെ 16 ഐറ്റം നമ്മള് ഓണവിപണിക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ ഹരിദാസേട്ടന്റെ വാക്ക് ഹരിദാസേട്ടൻ പാലിച്ചു. അതെ, ഈ കൃഷി ലാഭത്തിലാവുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ സാധാരണ ഒരു കടയിൽ എത്ര വെണ്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണി നോക്കാവുന്നതാണ്. 1 2 3 4 5 മരം ഉണ്ട്. 5 എണ്ണം ഉണ്ട്. 5 മരത്തില് പിന്നെ ശിഖരങ്ങൾ ചേർത്ത് അത് വേറെ ഉണ്ട്. ഇതിപ്പോ നമ്മുടെ ജാനിയല്ലേ? ജാനിയാണ്. അപ്പൊ ഇതുപോലെ തന്നെ മറ്റേ 1.5 നമ്മൾക്ക് ഇതൊക്കെ ഇത് 2 എണ്ണം വിളവെടുക്കാൻ പറ്റും. പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേര്. ഇന്നത്തെ ഇങ്ങനെയുള്ള കുറച്ച് വിളവെടുക്കുന്നത്. അതായത് ഇങ്ങനത്തെ കുറച്ച് കർഷകരുണ്ടെങ്കിൽ നമ്മളെ കേരളത്തെ ഭക്ഷ്യസുരക്ഷയിലേക്ക് എത്തിക്കാനായിട്ട്, അതായത് ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണോ വെള്ളം ഇല്ലാത്ത സ്ഥലമാണോ എന്നൊന്നും നമ്മുടെ ഹരിദാസേട്ടന് പ്രശ്നമല്ല. അപ്പൊ ഇനി ഇതിന്റെ പിന്നിൽ തന്നെ ഈ പറഞ്ഞ പോലെ മത്തനുണ്ട്, കക്കിരിയുണ്ട്, എല്ലാ ഐറ്റംസ് ഇപ്പൊ വിളവെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓണത്തിന് 16 ഐറ്റം വിളവെടുക്കുന്ന കർഷകരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ എന്തായാലും ഓണം സമൃദ്ധിയാണ്. വീട്ടിലേക്ക് എനിക്ക് തോന്നുന്നു വലിയുള്ളി ചെറിയുള്ളി പോലുള്ളത് മാത്രമേ ഹരിദാസേട്ടന് വാങ്ങേണ്ടി വരുള്ളൂ. എന്താണ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള തിരക്കായിരിക്കും അല്ലേ? മാർക്കറ്റിൽ കൊണ്ടുപോകണം സാറേ. ഇത് ഇപ്പൊ 5-6 ദിവസമായിട്ട് പിള്ളേർ 6 മണി 7 മണി വരെ പണി തന്നെയാണ്. അതായത് നമുക്ക് മൊത്തം എത്ര ഏക്കർ ഉണ്ട്? അതിൽ എത്ര ഏക്കർ പോയി? ഇപ്പൊ എത്ര ഏക്കർ വിളവെടുക്കുന്നു? ഇപ്പൊ 6 ഏക്കർ വിളവെടുക്കുന്നുണ്ട്. 6 ഏക്കർ വിളവെടുക്കുന്നത്. 2 ഏക്കർ നമുക്ക് പൂർണ്ണമായിട്ടും പോയി. ഇപ്പൊ അതിന്റെ പുറമെ ഇപ്പൊ നമ്മൾ മൂന്നൂർ പാടത്ത് ഒരു 4 ചില്ല ഏക്കർ ഇപ്പൊ പുതിയതായിട്ട് കൃഷി ഇട്ടിട്ടുണ്ട്. അത് 1.5 മാസം ആകുമ്പോഴേക്കും ചീരൊക്കെ അവിടെ ഒരു 5 ദിവസം കഴിഞ്ഞാൽ വിളവെടുക്കാൻ തുടങ്ങും. ഇപ്പൊ നമ്മൾക്ക് 6 ഏക്കർ വിളവെടുപ്പുള്ളൂ. എന്നാലും ആ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 6 ഏക്കർ 60 ഏക്കറിന്റെ കാശ് ഇപ്പൊ നമുക്ക് കിട്ടി പോരുന്നുണ്ട്. ഇത് നമ്മളുടെ എന്താ പറയാ, ഒഴുക്കിനെതിരെ നീന്തുന്നവർക്ക് മാത്രമേ കാശുള്ളൂ. അല്ലെങ്കിൽ പൊതുവെ നമ്മൾ മഴ കഴിയട്ടെ വെള്ളം ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവര് വിളവെടുക്കുമ്പോഴേക്കും ഈ പയറിന്റെ വിലയൊക്കെ 25 ആവും. ഇപ്പൊ പയറിന്റെ വില 100 മുതൽ 120 രൂപയാണ്. കർഷകരോട് അല്ലെങ്കിൽ കൃഷി ഇഷ്ടപ്പെടുന്നവരോട് ഓണത്തിന് നൽകാവുന്ന നല്ല ഒരു സന്ദേശം എന്താണ്? കൃഷിയുടെ ലഹരിയിൽ മതിമറന്നാൽ ഇടിമിന്നലിരുട്ടിന് ഭയപ്പെടില്ല. മഴയത്തും വെയിലത്തും തളരുകില്ല. കാലവും പ്രകൃതിയും വികൃതമെങ്കിൽ
കൃഷിയുടെ ഹൃദയത്തിൽ ഭയപ്പാടാണ്. എന്തായാലും നമ്മളുടെ ഓണം ഹാപ്പി ഓണം. ഹാപ്പി ഓണം പോലെ ഹാപ്പി ഓണം. എനിക്ക് ഇപ്പൊ ഞാൻ ഒന്നും കൂടി പറയട്ടെ, ഇപ്പൊ എനിക്ക് എല്ലാ ദിവസവും ടണ്ണ് കണക്കിന് പച്ചക്കറി ഞാൻ അരച്ചെടുക്കുന്നുണ്ട്, നല്ല വിലയിൽ തന്നെ. അത് ഞാൻ അന്ന് മഴയും കാറ്റും കോളും പേടിച്ചിരുന്നിക്കണമെങ്കിൽ എനിക്ക് ഇന്ന് ഉൽപ്പന്നം കിട്ടില്ല, നമ്മൾക്ക് ഈ കാശും കിട്ടൂല. അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് മഴ മരുന്ന് 2 ഏക്കർ പച്ചക്കറി പൂർണ്ണമായിട്ട് പോയെങ്കിലോ അതിന്റെ ഇരട്ടി എനിക്ക് മനസ്സിന് തൃപ്തി ഉണ്ട്, എനിക്ക് അതിന്റെ ഇരട്ടി ഇപ്പോഴും കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഞാനിപ്പോ 16 ഐറ്റം പച്ചക്കറി ഇപ്പൊ വിളവെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. VAPCK പോലുള്ള സർക്കാർ വിപണികൾ നമ്മളെ സഹായത്തിനുള്ളത് കൊണ്ട് ഒരു ഉൽപ്പന്നം വിൽക്കാനോ വെട്ടിക്കിടക്കുന്നില്ല, നമ്മൾക്ക് വിറ്റ് പോകുന്നുണ്ട്, കാശ് അതിന് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കർഷകരുടെ ഒരു വിജയമാണ്. അത് പരമാവധി നമ്മൾ കർഷകരെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്കും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ പച്ചക്കറി കൃഷിയിലൂടെ സ്ഥിരവരുമാനം നേടാം എന്നുള്ള നമ്മളുടെ 1-ാം ഭാഗം മുതൽ 6-ാം ഭാഗം വരെ കണ്ടിട്ടുള്ളവർക്ക് പൂർണ്ണമായും പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഈ പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു കുട്ടിയെ പരിചരിക്കുന്നത് പോലെ തന്നെ നമ്മൾ പരിചരിച്ചാൽ, അതോടൊപ്പം തന്നെ കർഷകരുടെ അറിവുകളും കൂടി സമന്വയിപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പച്ചക്കറി കൃഷിയിൽ നല്ല വരുമാനം നമുക്ക് നേടാൻ സാധിക്കും. അതായത് ഈ 3-ാം വീഡിയോ 4-ാം ഭാഗമൊക്കെ ആയപ്പോഴേക്കും ഇതുപോലെ വെള്ളം കയറി കർഷകന്റെ മുഖം, ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, കർഷകന്റെ മുഖം വളരെ സങ്കടത്തിലായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വേറിട്ട് ഇന്നത്തെ വീഡിയോ എത്തിയപ്പോൾ ഓണത്തിന് മുൻപുള്ള വിളവെടുപ്പാണ്, നല്ല വിലയാണ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഓണം എത്തേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കർഷകന്റെ മനസ്സ് നിറഞ്ഞു. ഹരിദാസായിട്ട് പറഞ്ഞ സന്ദേശത്തിന് പുറമെ എനിക്ക് പറയാനുള്ള ഒരു സന്ദേശമാണ്, കർഷകരെ സംബന്ധിച്ചിടത്തോളം മടിയാതെ പണിയെടുത്താൽ മാത്രമേ നമുക്ക് മടി നിറയെ പണം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും പ്രതിസന്ധികൾ പലതും വരും, പക്ഷെ ആ നേരത്തൊക്കെ തളർന്നിരിക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് ഹരിദാസേട്ടനായിരുന്നു. ഹരിദാസേട്ടനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഈ പച്ചക്കറി കൃഷിയിലെ പോസിറ്റീവും നെഗറ്റീവായ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. എല്ലാവരോടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു വീഡിയോയുമായി കാണാം.